മൂന്നാം മോദി മന്ത്രിസഭയിലെ വെറുമൊരു സഹമന്ത്രിയായ ഡോക്ടർ പെമ്മസാനി ചന്ദ്രശേഖറിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? പ്രത്യേകത മാത്രമേ ഉള്ളൂ എന്നാണ് അതിന്റെ ഉത്തരം. മോദിയുടെ മൂന്നാം സർക്കാരിനെ താങ്ങി നിർത്തുന്ന ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് ദേശം പാർട്ടിയുടെ MP ഡോക്ടർ പെമ്മസാനി ചന്ദ്രശേഖർ തിരഞ്ഞെടുപ്പിന് മുമ്പേ പ്രശസ്തനാണ്. അത് ഏതെങ്കിലും ക്രിമിനൽ കേസിൽ പെട്ടതുകൊണ്ടോ എടുത്തു പറയത്തക്ക രാഷ്ട്രീയ പാരമ്പര്യമുള്ളതുകൊണ്ടോ അല്ല, മറിച്ച് തിരഞ്ഞെടുപ്പിലെ ഏറ്റവും ധനികനായ സ്ഥാനാർത്ഥി എന്ന തലക്കനത്തിലാണ് പെമ്മസാനി സ്ഥാനാർത്ഥി നിരയിൽ പേരെടുത്തത്. ഇപ്പോഴിതാ മോദി മന്ത്രിസഭയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ എന്ന പദവി പെമ്മസാനിക്കാണ്. അപ്പോൾ ഈ പേരിനൊപ്പമുള്ള ഡോക്ടർ എന്നത് ഏതെങ്കിലും പേരില്ല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കാശ് കൊടുത്ത് നേടിയതാകുമോ എന്ന് ചില അസൂയാലുക്കൾ പറയുന്നുണ്ട്. പക്ഷെ സഹമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യവേ വെള്ള ഷർട്ടും കടും നിറത്തിലുള്ള ഓവർകോട്ടും ധരിച്ച് ഘനഗംഭീര സ്വരത്തിൽ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ ചെയ്തതോടെ അസൂയാലുക്കളുടെ കണ്ണ് തള്ളിയെന്ന് വേണം പറയാൻ. അത്ര ഗംഭീരമായിരുന്നു പെമ്മസാനിയുടെ മാസ് എൻട്രി. രാഷ്ട്രീയത്തിലും മന്ത്രിസഭയിലുമൊക്കെ പുതുമുഖമായിട്ടും എന്തുകൊണ്ടാണ് പെമ്മസാനി ഇത്ര വാർത്താ പ്രാധാന്യം നേടുന്നത്? കന്നി അംഗത്തിൽ തന്നെ ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പെമ്മസാനി MP ആയി ലോക്സഭയിൽ കാലുകുത്തുന്നത്. പിന്നാലെ മോദി മന്ത്രിസഭയിൽ ഗ്രാമവികസന വാർത്താവിനിമയ സഹമന്ത്രി. എടുത്തു പറയാൻ തക്ക രാഷ്ട്രീയ നേട്ടങ്ങളൊന്നും പെമ്മസാനിയുടെ പേരിലില്ല. പിന്നെ എങ്ങനെയാണ് ആദ്യ അവസരത്തിൽ തന്നെ പെമ്മസാനി ലോക്സഭയിൽ എത്തുന്നതും മന്ത്രിസഭാംഗമാകുന്നതും? US-ൽ ഡോക്ടറായ, വിദേശത്ത് വീടും ഇട്ടുമൂടാനുള്ള സ്വത്തുവകകളുമുള്ള 1000-ഓളം കമ്പനികളിൽ നിക്ഷേപമുള്ള പെമ്മസാനി അതൊക്കെ വിട്ട് എന്തുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഭാഗ്യം പരീക്ഷിക്കാൻ ഇറങ്ങി? അതൊരു ഒന്നൊന്നര ചോദ്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിൽ നിന്ന് പെമ്മസാനി ലോക്സഭയിലേക്ക് മത്സരിച്ചത്? പണം കൊടുത്ത് സീറ്റ് വാങ്ങിയവരും പണം ഉള്ളതുകൊണ്ട് മാത്രം ഒറ്റ രാത്രി കൊണ്ട് സ്ഥാനാർത്ഥികളായവരുമുള്ള ഇന്ത്യൻ രാഷ്ട്രീയ ഭൂമിയിൽ ശതകോടികളുടെ ആസ്തിയുള്ള പെമ്മസാനി ഒരു വേറിട്ട മുഖമാണോ? നോക്കാം. ഞങ്ങളുടെ കൂടുതൽ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാനായി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെയാണ് 48-കാരനായ പെമ്മസാനി ഔദ്യോഗികമായി രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്. എന്നാൽ തെലുങ്ക് രാഷ്ട്രീയത്തിലെ അതികായനായ NT രാമറാവുവിന്റെ അനുഭാവിയായിരുന്നു പെമ്മസാനിയുടെ പിതാവ് സാംബശിവറാവു. അച്ഛനിൽ നിന്ന് തുടങ്ങിയതാണ് പെമ്മസാനിയുടെ TDP ബന്ധം. നരസാരപ്പേട്ട് നഗരത്തിന്റെ ഡെപ്യൂട്ടി ചെയർമാൻ കൂടിയായിരുന്നു സാംബശിവറാവു. പിതാവിന്റെ രാഷ്ട്രീയം പിന്തുടർന്ന പെമ്മസാനി പിന്നീട് സ്വാഭാവികമായും TDPയുടെ അനുഭാവിയായി. വർഷങ്ങളോളം വിദേശത്ത്, അതായത് US-ൽ സ്ഥിരതാമസമാക്കിയെങ്കിലും TDPയുമായും ചന്ദ്രബാബു നായിഡുമായും എല്ലാം പെമ്മസാനിക്ക് അടുത്ത ബന്ധമാണുള്ളത്. ചന്ദ്രബാബു നായിഡു ആദ്യവട്ടം മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന്റെ US സന്ദർശന വേളയിൽ അവിടെ നടന്ന പരിപാടികളുടെയൊക്കെ മേൽനോട്ട ചുമതല വഹിച്ചിരുന്നത് പെമ്മസാനിയായിരുന്നു. 2014-ലും 2019-ലും നരസാരപ്പേട്ടിൽ നിന്ന് TDP ടിക്കറ്റിൽ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പെമ്മസാനി ശ്രമിച്ചെങ്കിലും അവസാന നിമിഷം പരിപാടി നടന്നില്ല. എന്നാൽ 2024-ൽ പെമ്മസാനിക്ക് നറുക്കുവീണു, അതും ജന്മനാടായ ഗുണ്ടൂരിൽ. കഴിഞ്ഞ 2 തവണ ഗുണ്ടൂരിൽ നിന്ന് വിജയിച്ച് ലോക്സഭയിലെത്തിയ ഗെല്ല ജയദേവ് MP ഈ വർഷം ആദ്യം രാഷ്ട്രീയത്തിൽ നിന്ന് ഇടവേള എടുക്കുന്നു എന്ന് പ്രഖ്യാപിച്ചതോടെയാണ് പെമ്മസാനിയുടെ നല്ല നേരം തെളിഞ്ഞത്. YSR കോൺഗ്രസ് പാർട്ടിയുടെ വെങ്കിട റോസയ്യക്കെതിരെ 3,44,695 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി ചന്ദ്രശേഖർ പെമ്മസാനി വെട്രിക്കൊടി പാറിച്ചു നേരെ പാർലമെന്റിലേക്ക്. ഒപ്പം ഇരട്ടി മധുരമായി സഹമന്ത്രി സ്ഥാനവും. ഗുണ്ടൂരിൽ നിന്ന് 4 ദശാബ്ദങ്ങൾക്ക് ശേഷമാണ് കേന്ദ്രസഭയിലേക്ക് ഒരു മന്ത്രി എത്തുന്നത്. ലോകത്തിന്റെ ഏത് കോണിലായാലും തെലുങ്ക് പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന പെമ്മസാനി ജനങ്ങളെ സേവിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് രാഷ്ട്രീയത്തിൽ എത്തിയതെന്നാണ് അവകാശപ്പെടുന്നത്. ശ്രീമന്തുഡു എന്ന സിനിമയ്ക്ക് ശേഷം നടൻ മഹേഷ് ബാബു ദത്തെടുത്ത ഗുണ്ടൂരിലെ ബുറിപ്പാലം ഗ്രാമമാണ് പെമ്മസാനിയുടെ ജന്മദേശം. ഇന്റർമീഡിയറ്റ് പാസ്സായ പെമ്മസാനിക്ക് ഡോക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം. സംസ്ഥാന സർക്കാരിന്റെ എഞ്ചിനീയറിംഗ് മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ 27ാം റാങ്ക് നേടി ഹൈദരാബാദിലെ ഉസ്മാനിയ മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടി. ഡോക്ടർ NTR യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൽ നിന്ന് MBBS പാസ്സായി. 1999-ലായിരുന്നു അത്. നേരെ US-ലെ പെൻസിൽവാനിയയിലേക്ക് പറന്നു. അവിടെ ഡെൻവില്ലെ ജെയ്സിഞ്ചർ മെഡിക്കൽ സെന്ററിലാണ് PG പൂർത്തിയാക്കിയത്. ജോൺ ഹോപ്പിൻസ് യൂണിവേഴ്സിറ്റി, ബാൾട്ടിമോറിലെ സിനായ് സ്വകാര്യ ആശുപത്രി എന്നിവിടങ്ങളിലൊക്കെയായി ഡോക്ടറായി 5 വർഷത്തോളം ജോലി ചെയ്തു. വിവിധ മത്സര പരീക്ഷകൾക്കായി വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിനു വേണ്ടി ഓൺലൈൻ കോച്ചിംഗ് ആരംഭിച്ചാൽ എന്തെന്നുള്ള പെമ്മസാനിയുടെ ചിന്ത അദ്ദേഹത്തിന്റെ ജീവിതവും ലോകവും മാറ്റിമറിച്ചു. 2010-ൽ തന്റെ 25-ാം വയസ്സിൽ അദ്ദേഹം US മെഡിക്കൽ ലൈസൻസിംഗ് എക്സാമിനേഷൻ എന്ന ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം ആരംഭിച്ചു.
2014 ഇത് യു വേൾഡ് എന്ന് റീബ്രാൻഡ് ചെയ്തു. തുടർന്ന് അങ്ങോട്ട് പെമ്മസാനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. വിവിധ മത്സര പരീക്ഷകൾക്കുള്ള പരിശീലന പ്ലാറ്റ്ഫോമായി യു വേൾഡ് വളർന്നു. പെമ്മസാനി US-ലെ പേരുകേട്ട സംരംഭകനായി. കോടികളുടെ ആസ്തിക്കൊപ്പം പേരും പ്രശസ്തിയും അദ്ദേഹത്തെ തേടിയെത്തി. 2020 യു വേൾഡിലെ സ്ഥാപകനും CEO-യുമായ പെമ്മസാനിയെ സൗത്ത് വെസ്റ്റ് മേഖലയിലെ മികച്ച യുവ സംരംഭകനായി തിരഞ്ഞെടുത്തു. ഇന്ത്യയിലും വിദേശത്തുമായി 100ഓളം കമ്പനികളിലും വസ്തുവകകളിലും ചിതറിക്കിടക്കുന്നതാണ് പെമ്മസാനിയുടെ സാമ്പത്തിക സാമ്രാജ്യം. തിരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പെമ്മസാനിക്കും കുടുംബത്തിനുമാകെ 5785 കോടി രൂപയുടെ സ്ഥാവര ജംഗമ വസ്തുവകകളുണ്ട്. ഭാര്യ കൊനേരു ശ്രീരത്നത്തിന്റെ പേരിലുള്ളത് 2289 കോടിയുടെ ജംഗമ വസ്തുക്കളാണ്. പണവും സമ്പത്തും എനിക്കേറെയുണ്ട്, അതിനാൽ ജനങ്ങളെ സേവിക്കുകയാണ് എന്റെ ലക്ഷ്യം. ഇതായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലുടനീളം പെമ്മസാനി ജനങ്ങളോട് പറഞ്ഞത്. എന്നാൽ അസൂയാലുക്കളും പ്രതിപക്ഷവും പറയുന്നത് സമ്പത്തുള്ളത് കൊണ്ടാണ് പെമ്മസാനി സ്ഥാനാർത്ഥിയായതും പിന്നീട് മന്ത്രിസഭയിൽ എത്തിയതെന്നുമാണ്. എന്തായാലും ആന്ധ്രയിലെ സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന് മികച്ച അക്കാദമിക നിലവാരം നേടി US പോലൊരു വികസിത രാജ്യത്ത് പ്രതിസന്ധികളെ മറികടന്ന് മികച്ച സംരംഭകനായി പേരെടുത്ത പെമ്മസാനിക്ക് ഇന്ത്യൻ രാഷ്ട്രീയം എന്താണ് കാത്തുവച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാം.